ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് രസം. ആ രൂപത്തിൽ സൂഫികൾ ഇതിനെ ഒരു പ്രതീകമാക്കി മാറ്റുകയാണ്. ഇങ്ങനെ പ്രേമിക്കണം അല്ലാഹുവിനെ എന്നാണ്. നമ്മൾ സാധാരണ നിലക്കുള്ള ഒരു സ്നേഹമൊന്നും അള്ളാഹിനോടും റസൂലിനോടൊന്നും കാണിച്ചിട്ട് കാര്യമില്ല എന്നാണ്. അങ്ങനെ അള്ളാഹുവിനോടൊക്കെ പിന്നെ സ്നേഹിക്കേണ്ടത് ഒരു കാമുകയെ, അപ്പൊ ലൈലയുടെ സ്ഥാനത്ത് അള്ളാഹിനെ കാണുക. അങ്ങനെ ലൈലാക്ക് വേണ്ടി എല്ലാം മറന്ന് ജീവിച്ച കൈസിനെ പോലെ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം മറക്കണം. അങ്ങനെ എല്ലാം മറന്ന് കാണുന്നതൊക്കെ പിന്നെ അല്ല, കേൾക്കുന്നതൊക്കെ പിന്നെ അല്ല, കാണുന്നതൊക്കെ അല്ല. അങ്ങനെ ഇവിടെ അല്ല അല്ലാത്ത ഒന്നുമില്ല. ഏതുപോലെ കൈസിന് ലൈലയല്ലാതെ ഒന്നും പിന്നെ കാണാനായില്ല, കേൾക്കാനായില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അല്ലാ 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 അങ്ങനെ ഒരു ചിന്ത അങ്ങോട്ട് വന്ന ഒരു ഭ്രാന്തമായ ലഹരിയിലേക്ക്, ഒരു ഭ്രാന്തായി കഴിഞ്ഞാൽ അതാണ് സൂഫികൾ പരിചയപ്പെടുത്തുന്ന ജദ്ബിന്റെ ഹാലി. സാധാരണ അവർക്ക് പിന്നെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊന്നും വേണ്ട. കാരണം ആ ഭ്രാന്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് അതൊന്നും പിന്നെ ഇടമല്ല, ഒന്നുമില്ല. ദിക്റും ചൊല്ലേണ്ട. കാരണം ദിക്ർ ആരെയാ ദിക്ർ ചൊല്ലേണ്ടത്? മദ്കൂർ കൂടെ തന്നെ ഇട. മദ്കൂറും ദിക്റും ദാക്കിറും ഒക്കെ ഒന്ന് തന്നെയാണ്. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലക്കുള്ള നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള തത്വങ്ങളാണ് ഈ സൂഫി ആളുകളുടെ തത്വങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത്. ആ നിലക്ക് ലൈലയെ പ്രേമിച്ച മജ്നുവിനെ പോലെ നമ്മൾ അള്ളാഹിനെ പ്രേമിക്കുക. അങ്ങനെയാണ് പ്രേമിച്ച് അള്ളാഹിനങ്ങട്ട് ഒരു കാമുകയുടെ സ്ഥാനത്ത് കണ്ട് ഇവരൊക്കെ കാമുകന്മാര്. അങ്ങനെ അള്ളാഹിനോടുള്ള മഹബത്ത് എന്ന് പറയില്ല, ഇഷ്ക് ഇങ്ങോട്ട് മൂത്ത് അങ്ങനെ ഒരു തരം ഭ്രാന്ത്. ആ ഭ്രാന്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ നിസ്കരിക്കൂല, അവർക്ക് നോമ്പെടുക്കണ്ട, സക്കാത്ത് വേണ്ട, ഹജ്ജുമില്ല, ഒന്നുമില്ല, ദിക്റുമില്ല, ഒന്നുമില്ല. കാരണം അവർ പിന്നെ അവരോട് അള്ളാഹ് ചോദിച്ചാൽ അവർ പറയും അനല്ലാ, ഞാനാണ് അല്ലാഹ് എന്ന് പറയും. ഏതുപോലെ കൈസിന്റെ ചരിത്രത്തിൽ ഇവർ പറയുന്നുണ്ട്, കൈസിനോട് ആളുകൾ അവസാനം ചോദിച്ചു എവിടെ നിന്റെ ലൈല? അപ്പൊ കൈസ് പറഞ്ഞു അത്രേ അന ലൈല. കാരണം അയാൾ ലൈലയായിട്ട് തോന്നി. ഒക്കെ എല്ലാം ലയിച്ചിരിക്കുന്നു, ലൈലയിൽ അങ്ങോട്ട് വിലയം പ്രാപിച്ചിരിക്കുന്നു, ലയിച്ചിരിക്കുന്നു. അങ്ങനത്തെ പ്രേമമായിരുന്നു കൈസിന് ലൈലയോട്. ഇതേപോലെയാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹിനോടുള്ള പ്രേമം കണ്ട് മൂത്തിട്ടൊരു ഭ്രാന്താവണം. അങ്ങനെയാണ് ഭ്രാന്തായി കഴിഞ്ഞാൽ, ഭ്രാന്തായാൽ എന്ത് സുഖം കേട്ടോ, അവിടേക്കാ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഭ്രാന്തനായാൽ എന്ത് സുഖാണ്. കാരണം ഇവർ ഈ പരിചയപ്പെടുത്തുന്ന ഇങ്ങനത്തെ സൂഫി ഔലിയാക്കന്മാര് അവർ ഭ്രാന്തായിട്ട് ഇങ്ങനെ നാട്ടിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കഞ്ചാവ് വലിക്കും, മദ്യപിക്കും, എല്ലാ നിലക്കുള്ള പരിപാടികളും അവർക്കുണ്ടാകും. നിസ്കരിക്കുന്നതോ നോമ്പ് തോൽക്കുന്നതോ ഹജ്ജ് ചെയ്യുന്നതോ ഒന്നും കാണൂല. അവർ വേറൊരു തടി എല്ലായിടത്തും ഉണ്ടാവും എന്നൊക്കെയാണ് പറയാ. ഇസ്ലാമിന്റെ ശുദ്ധമായ തൗഹീദിൽ മായം ചേർത്ത് കുഫിരിയത്തും ശിർക്കും അദ്വൈതവാദവും ഒക്കെ കടത്തി ഒളിച്ച് കടത്തുവാനുള്ള ശ്രമമാണ് ഇത്തരം പാട്ടുകാരുടെ പാട്ടുകളിൽ ഉള്ളത്. അതിനാണ് ഈ അർത്ഥത്തിൽ. പിന്നെ അവർക്ക് സക്കറാത്തുൽ മൗത്തൊക്കെ എന്ത് രസമാണെന്നാണ്. മരിക്കുമ്പോൾ അവർക്ക് ഒരു വേദനയില്ല, ഒരു പ്രശ്നമല്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ലോകത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം എപ്രകാരമായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായ ഗുരുവര്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവിനോട് മഹബത്തുള്ള സ്നേഹമുള്ള ഒരു വ്യക്തി ലോകത്തുണ്ടായിട്ടുണ്ടാകുമോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുന്ന് കൃത്യമായി നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം മുഴുവൻ നമുക്കിവിടെ ചരിത്രത്തിൽ കൃത്യമായി ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണല്ലോ. അവിടുത്തെ അന്ത്യനിമിഷങ്ങളിൽ പോലും മരണത്തിന്റെ ഘട്ടത്തിൽ അവിടുത്തെ സമീപത്ത് ഒരു കൂജയിൽ അല്പം തണുത്ത വെള്ളമുണ്ടായിരുന്നു. ആ തണുത്ത വെള്ളപാത്രത്തിൽ അവിടുന്ന് കൈ ഇങ്ങനെ മുക്കിയിട്ട് മുഖത്തിങ്ങനെ തണുത്ത വെള്ളം കൊണ്ട് തടവുന്ന കാഴ്ച മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ പ്രിയ പത്നി നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് ആ തണുത്ത വെള്ളം മുഖത്തിങ്ങനെ, അവിടുത്തെ പനിയുണ്ട്, അതുപോലെ തന്നെ നല്ല വേദനയുണ്ട്, ആ വേദനയ്ക്ക് ആശ്വാസം എന്ന നിലയ്ക്ക് കൈകൊണ്ട് ആ തണുത്ത വെള്ളം ഉള്ള കൈകൊണ്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി, തീർച്ചയായും മരണത്തിനുണ്ട് സക്കറാത്ത്, കടുത്ത വേദനയുണ്ട്. ലോകം കണ്ട ഏറ്റവും അള്ളാഹുവിനെ സ്നേഹിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ഘട്ടം പോലും എന്ത് രസം എന്നല്ല പറയുന്നത്, എത്ര വേദനാജനകമാണ് മരണം എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള പാട്ടുകാർ സമൂഹത്തോട് പറയുന്നു, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. ആരുടെ ദീനാണ് ഇവർ പറയുന്നത്? ആരുടെ ഇസ്ലാമാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്? ഇങ്ങനെ ഒരു ഇസ്ലാമോ ദീനോ ഇല്ല. എന്തോ ഒരു പാട്ട്, എന്തോ ചില വരികൾ കേൾക്കാൻ നല്ല ചന്തണ്ട് എന്ന് പറഞ്ഞ് അതിന് ലൈക്കടിക്കുന്നവരും അത് കേൾക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ അതിനിങ്ങനെ താളം പിടിക്കാനും ഒക്കെ അഹ്ലു ബൈത്തിന്റെ തങ്ങന്മാരെന്ന് പറയുന്നവർ പോലും ഇരുന്നു കൊടുക്കുന്നവർ ദുരന്തം. അതൊക്കെ കാണുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക, ഇതിലൂടെയൊക്കെ ഒളിച്ചു കിടത്തുന്ന നിഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഇവർക്കൊക്കെ ഉണ്ട്.